പ്രിയപ്പെട്ടവരെ, എവറസ്റ്റ് യാത്ര എന്ന് പറയുന്നത് അത് വെറുമൊരു പർവ്വതാരോഹണമല്ല, മറിച്ച് സ്വന്തം പരിമിതികളെയൊക്കെ അതിജീവിച്ച് ആത്മവിശ്വാസം കണ്ടെത്തുന്നതിനുള്ള ഒരു വലിയ പരീക്ഷണം കൂടിയാണ് അല്ലേ? ഇപ്പോൾ ഞാൻ ഈ എവറസ്റ്റ് കീഴടക്കലിനെ കുറിച്ചൊക്കെ പറയാനുള്ള കാരണം ഇന്നത്തെ നമ്മുടെ അതിഥി എവറസ്റ്റ് കീഴടക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി സമുദ്രനിരപ്പിൽ നിന്നും 5364 മീറ്റർ ഉയരത്തിലുള്ള നേപ്പാളിലെ സൗത്ത് ബേസ് ക്യാമ്പ് നടന്നു കയറിയ ആളാണ്. ഇദ്ദേഹം ഈ വരാൻ പോകുന്ന ആള് നമ്മുടെ കുടുംബാംഗം കൂടിയാണ്, നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ കുടുംബാംഗം കൂടിയാണ്. ന്യൂസ് മലയാളം ഇടുക്കി ബ്യൂറോയുടെ ക്യാമറാമാൻ ആളിനെ നമുക്ക് പരിചയപ്പെടാം, സനിൽ ഇളമ്പച്ചി. സനിൽ ഇളമ്പച്ചിയിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ആ യാത്ര, സനിൽ കടന്ന പോയ ആ യാത്ര അതൊന്ന് കണ്ടുവരാം. ശരി, സനിൽ ഇളമ്പച്ചി നമുക്കൊപ്പം ഉണ്ട്. സനിൽ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. സനിലെ കേൾക്കാമോ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഓക്കെ, സനിലെ, അതെ, ഈ ഫ്രെയിം വെച്ചേക്കുന്ന സനിൽ തന്നെയാണോ? സനിൽ വെച്ച ഫ്രെയിമിൽ സനിൽ ഇരിക്കുവാണോ ഇപ്പോൾ? അതെ അതെ. ഓക്കെ, അപ്പോൾ സനിലെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. എങ്ങനെയായിരുന്നു ഈ യാത്ര? യാത്ര ഏകദേശം ഒരു 21 വർഷത്തെ സ്വപ്നമാണ് എവറസ്റ്റ് കാണുക എന്നുള്ളത്. 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എവറസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പോൾ അന്നോട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് എവറസ്റ്റ് കാണുക. പിന്നെ എല്ലാവരെയും പോലെ എവറസ്റ്റിൻ്റെ മുകളിൽ കയറുകയാണുള്ളൊരു സ്വപ്നം ബാക്കിയുണ്ട്. അങ്ങനെ 21 വർഷത്തെ ഏറ്റവും നീണ്ട കാലം കണ്ടൊരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇതിന് ഈ ഒരുപാട് പരിശ്രമമൊക്കെ വേണമെന്ന് കേട്ടിട്ടുണ്ട് സനിൽ. അപ്പം എങ്ങനെയൊക്കെ ആയിരുന്നു ഇതിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഈ ജീവിതത്തിൽ നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമല്ലോ ഇത്രയും വലിയൊരു യാത്രയിലൊക്കെ പോകുന്ന ഘട്ടത്തിൽ? അതെ അതെ, നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഫിറ്റ്നസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ശരീരം എത്രത്തോളം ഫിറ്റാവുന്നു അത്രത്തോളം തന്നെ മനസ്സും ഫിറ്റാവണം. കാര്യം നമ്മുടെ എല്ലാ കംഫർട്ട് സോണിൻ്റെയും പുറത്താണ് ഈ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ജീവിക്കുന്ന ഒരു സൗകര്യം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദിവസം കുളിക്കുന്നത് പോലെ ഒരു ലക്ഷറി ആയിട്ടുള്ള സംഭവമാണ് ഈ യാത്രയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും കുറച്ച് ഫിറ്റാവണം. അതിനുവേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യണം. പിന്നെ നന്നായി ശ്വാസം എടുക്കാൻ പറ്റണം. ഓരോ ദിവസവും 6 മണിക്കൂർ 7 മണിക്കൂറിൽ കുറയാത്ത നടത്തം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി കാലുകളെ തയ്യാറാക്കണം. ശാരീരികവും മാനസികമായിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അങ്ങനെയാണ് ഈ യാത്രയിലേക്ക് എത്തിയത്. കുറേ നാളത്തെ പരിശ്രമം തന്നെയായിരുന്നു. സല്ലേ, നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹം, ആദ്യമായിട്ട് എവറസ്റ്റ് കേൾക്കുന്ന സമയം അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹം, അതിനുശേഷം ആ ആഗ്രഹത്തിൻ്റെ ആ ഒരു ആദ്യ പടി വച്ച് കഴിഞ്ഞു. അങ്ങനെ ആ ബേസ് ക്യാമ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതെന്തായിരുന്നു, ഒരു സലിൻ്റെ ഫീലിംഗ് എന്തായിരുന്നു? അയ്യോ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി ആ സമയത്ത്. ബേസ് ക്യാമ്പിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഇമോഷനിൽ എത്തിപ്പോയി. കാരണം ജീവിതത്തിലെ ഏറ്റവും നീണ്ട സ്വപ്നം അത് കണ്ടതിൻ്റെ ഒരു സന്തോഷം അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ എനിക്ക് ശരിക്കും പറ്റുന്നില്ല. അത്രയും സന്തോഷമായിരുന്നു. പിന്നെ അവിടെ പല നാടുകളിൽ നിന്ന് പല മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാണാൻ പറ്റി. വലിയ സന്തോഷം തന്നെയായിരുന്നു. ഈ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു സല്ലേ? ഇപ്പം നേരത്തെ തന്നെ ഇതിനുള്ള പരിശീലനമൊക്കെ ഉണ്ടായിരുന്നോ? ഈ യാത്ര ഇങ്ങനെയോ ആയിരിക്കും
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ വേണം. ഇപ്പം ഞാൻ ഈ കൈലാസ യാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് അതിന് ഇവർ ഈ ട്രിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാരും ഈ യാത്ര കൊണ്ടുപോകുന്ന സംഘാംഗങ്ങളൊക്കെ ഈ ആളുകൾക്ക് അവരുടെ ഭക്ഷണ രീതിയിലും ഇതല്ലെങ്കിൽ ഇവർക്കൊരു ട്രയലൊക്കെ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന വഴികൾ ഇങ്ങനെയാണ്, ഈ നാരോ ആയിട്ടുള്ള പാത്തായിരിക്കും, അവിടെ നിങ്ങൾ എങ്ങനെ ചലിക്കണം തുടങ്ങിയ ഒരു ചലന നിർദ്ദേശങ്ങൾ പോലും നൽകുമെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ ഇതും? ഇത് നമ്മൾ യാത്രാ വഴികൾ ഭയങ്കര ദുർഘടമായിട്ടുള്ള വഴികളാണ്. പിന്നെ കൂടുതൽ കയറ്റങ്ങളാണ്. വലിയ കുന്നുകളും മലകളും കയറേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസത്തിലൊരു 4-5 മണിക്കൂർ തന്നെ കയറ്റം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ, അതായത് നമ്മൾ ആദ്യം ചെന്നിറങ്ങുന്നത് നേപ്പാളിൽ നിന്ന് നമ്മൾ രാംചേപ്പ് എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലേക്കാണ് പോവുക. അവിടുന്ന് ലുക്ല എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടിലാണ് നമ്മൾ ചെന്നിറങ്ങേണ്ടത്. പിന്നെ ലുക്ലയിലെ ടെൻസിംഗ് ഹിലാരി എയർപോർട്ടിൽ. അവിടെ നിന്ന് പിറ്റേ ദിവസം, അതായത് അന്ന് തന്നെ പക്കഡിങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് പിന്നെ നമ്മൾ പോകേണ്ടത് നാംചെ ബസാർ എന്ന് പറയുന്ന ഏറ്റവും ഉയരത്തിലുള്ളൊരു ഗ്രാമത്തിലേക്കാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, അത് ശരിക്കും ഒരു നഗരമാണ്, വലിയ നഗരമാണ്. പിന്നെ 4 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് കയറണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 4 മണിക്കൂറിലധികം വലിയ കയറ്റം കയറേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കയറ്റങ്ങൾ കയറാൻ വേണ്ടി കുറച്ച് ദൂരം, ഒരു ദിവസം ഒരു 6 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ നടന്ന് നമ്മുടെ കാലുകളെ പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൽ കുറച്ച് ട്രെയിനിങ്ങുകൾ ചെയ്തു. നമ്മൾ സ്ഥിരം വെയിറ്റ് കുറച്ച് ക്യാരി ചെയ്യേണ്ടി വരും, വെള്ളം, ഭക്ഷണം, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെയിറ്റ് എടുക്കാനുള്ള ശേഷിക്ക് വേണ്ടി കുറച്ച് എക്സസൈസുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മാനസികമായി നന്നായി തയ്യാറെടുക്കണം. ആകെ 13 ദിവസം എടുത്തു. നമ്മൾ 10 ദിവസം കൊണ്ട് ബേസ് ക്യാമ്പിലേക്ക് നടന്നെത്തി. തിരിച്ചിറങ്ങാൻ എല്ലാവരും 4 ദിവസം എടുക്കും. നമ്മൾ 3 ദിവസം കൊണ്ട് തന്നെ തിരിച്ചിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തിരിച്ചിറങ്ങാൻ വളരെ എളുപ്പമാണ് അതായത് കയറുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഇറങ്ങാൻ. ഓക്സിജൻ്റെ അളവ് കൂടുതൽ കിട്ടും ഇറങ്ങുന്ന സമയത്ത്. കയറുമ്പോൾ ഓക്സിജൻ കുറഞ്ഞു വരും. നമ്മൾ മുകളിലോട്ട് കയറുന്തോറും ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരും. നമുക്ക് AMS പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വലിയ ചാൻസസ് ഉണ്ട്. നമ്മൾ ഇതുവരെ ജീവിക്കാത്ത ഒരു പരിസ്ഥിതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. മനസ്സിലായി. ഈ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ടീമിൽ? നമ്മൾ 5 പേരായിരുന്നു. ഞാൻ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷമീൽ, അവൻ്റെ ഒരു കമ്പനി ഉണ്ട് ബർഗ് ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ആ കമ്പനിയിൽ നമ്മളെ സുഹൃത്തുക്കൾ ഒരു 4-5 പേര് കൂടെയാണ് യാത്ര പോയത്. ഓക്കെ. അപ്പം സനിലെ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബേസ് ക്യാമ്പ് വരെ ആയി, ഇനി അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് ഒരു 7000 മീറ്റർ ഉള്ള പർവ്വതങ്ങൾ കയറണം. അതിനുശേഷം എവറസ്റ്റ് സ്വപ്നം തന്നെയാണ്, അത് സ്വപ്നം തന്നെ ആയിട്ട് കൊണ്ടു നടക്കുന്നു. വലിയ ചെലവും ഒരുപാട് വേണ്ടുന്നതാണ്. പരിശീലനം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. 7000 മീറ്റർ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ ചെറിയ രീതിയിൽ ഇപ്പം പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. അത് പൂർത്തിയായാൽ നമുക്ക് ഏകദേശം ഒരു മാനസികമായ ധൈര്യം കിട്ടുമല്ലോ 8000 മീറ്റർ കയറാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഇങ്ങനെ തുടരുന്നു. പക്ഷെ വലിയൊരു ചെലവും വലിയൊരു സ്വപ്നമാണത്. ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇതിനൊരു ചിലവ് പറയുന്നത് എത്രയാണ്? ഇപ്പൊ നമുക്ക് ഒരു ബേസ് ക്യാമ്പ് വരെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ എത്ര രൂപ കയ്യിൽ കരുതണം? എത്രയാണ് ഇതിന് ഇത്രയും വരുന്നൊരു ചിലവ്? എങ്ങനെയാണ് ചിലവ് എന്ന് പറയുന്നത്? അത് ഓരോ ടീമായി പോകുന്നതിൻ്റെ ചിലവ് വ്യത്യാസം ഉണ്ടാവും. ഓരോരോ ആൾക്കാർ പോകുന്ന ലക്ഷറിയായി പോയി വരുന്ന ആൾക്കാരുണ്ട്, പിന്നെ വളരെ ലോ ബഡ്ജറ്റിൽ പോകുന്നവരുണ്ട്. പക്ഷേ എവറസ്റ്റ് കയറണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 90 ലക്ഷം രൂപ വരെയൊക്കെ എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ചിലവൊക്കെ വരുന്നത്. ഇത്രയും കാശ് ചിലവുണ്ടല്ലേ? അതെ, സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും കാശ് ചിലവാകും. ഓക്കെ സനിലെ, അപ്പം ഈ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ? അതാണ് എനിക്ക് പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിതത്തിൽ 5 മനുഷ്യരാണെന്ന് ഞാൻ പറയും. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി സജിഷ, ചേട്ടൻ സനേഷ്, പിന്നെ എൻ്റെ സഹോദരൻ അർജുൻ ദാസ്. ഈ 5 മനുഷ്യരാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇതുപോലുള്ള ആഗ്രഹങ്ങൾക്കോ എൻ്റെ സ്വപ്നങ്ങൾക്കോ ഒരു നോ പറയാത്ത 5 മനുഷ്യരെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയെന്നുള്ളതാണ്
എൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു സ്വപ്നത്തിനും അവർ ഇതുവരെ നോ പറഞ്ഞില്ല. എവിടെ പോകാനാണെങ്കിലും ശരി നീ പോയി വാ, അങ്ങനെ മാത്രമേ പറയുള്ളൂ. അതിന് എത്ര പൈസ ചിലവാകും ഒരു തടസ്സവും പറയാതെ എൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂട്ടുന്ന ആ 5 മനുഷ്യരാണ്. അവർ എല്ലാ കാര്യത്തിനും എൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും എപ്പോഴും കൂടെയുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എപ്പോഴും ഈ നമ്മുടെ ആൽവിൻ P2C പറയുന്ന സമയത്ത് അവസാനം സൈൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ് ഇടുക്കി എന്ന് പറഞ്ഞ് നിർത്താറ്. അപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഈ ഇളമ്പച്ചി, അത് സ്ഥലപ്പേരാ? ഇളമ്പച്ചി എന്നത് എൻ്റെ നാടിൻ്റെ പേരാണ്. എനിക്ക് എൻ്റെ നാടും നാട്ടുകാരും അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ നാടിൻ്റെ പേര് വെച്ചത്. പിന്നെ ആൽവിൻ ചേട്ടൻ, ഞാനിവിടെ ഇടുക്കിയിൽ വന്നിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാൻ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുന്ന സമയത്ത് ഓരോ ദിവസവും ഞാൻ ജിമ്മിന് പോകാൻ ചിലപ്പോൾ മടിച്ച് നിൽക്കുമ്പോൾ ആൽവിൻ ചേട്ടൻ പറയും സനലെ മടിക്കരുത്, നിനക്ക് പോകാനുള്ള അത്രയും പ്രശ്നമുള്ള ഒരു സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് എന്നെ ജിമ്മിനൊക്കെ പറഞ്ഞു വിട്ട് എന്നെ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഇത്രത്തോളം മോട്ടിവേഷൻ ചെയ്യുന്ന ഒരാളെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ആൽവിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ആൽവിൻ ചേട്ടൻ നിർബന്ധിച്ച് ജിമ്മിനൊക്കെ ഓടിച്ചു വിടുമായിരുന്നു എന്നെ. ഞാൻ മടിച്ചു. അപ്പൊ ആൽവിൻ ചേട്ടൻ ഇന്നത്തേക്ക് ഉള്ളതായിട്ടുണ്ട്. പുള്ളിക്ക് ഇന്നിപ്പോ ഒരു കുറെ സന്തോഷം കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം സനലെ ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. അടുത്ത ലക്ഷ്യം അത് എത്രയും വേഗം ഫലത്തിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും സനിൽ. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ ഓക്കെ സനിൽ, ബൈ.